പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഉടമ്പടി ജീവിത അഭിവൃദ്ധി പ്രാപിക്കുന്നത് ഓരോ ദിവസവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഉടമ്പടി ജീവിതം ജീവിച്ച് അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പൊതുസമൂഹത്തോട് പങ്കുവെക്കുമ്പോഴാണ് അത് കേൾക്കുന്നവർ അവരുടെ ജീവിതാവസ്ഥകളിലേക്കത് പ്രയോഗിച്ചുകൊണ്ടാണ് ഉടമ്പടിയിൽ നമ്മൾ പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങൾ ഇതിൻ്റെ കൂടെ ജീവിക്കുന്നത് കാരണം എപ്പോഴും ഒരു വിസ്മയ ലോകത്താണ്. എല്ലാ ദിവസവും മനുഷ്യർ വന്ന്, എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മനുഷ്യർ വന്ന് അവരുടെ ഉടമ്പടി അനുഭവങ്ങൾ എല്ലാ ദിവസവും പങ്കുവെക്കും. അവർ പണ്ടെങ്ങനെയായിരുന്നു, ഉടമ്പടിയിലൂടെ അവരെങ്ങനെയാണ് ഉടമ്പടിയെ സമീപിച്ചത്, ആ ഉടമ്പടി ജീവിച്ചപ്പോൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ദൈവാനുഭവങ്ങൾ ഉണ്ടായത്. അത് ഇപ്പം കമൻറ്റുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ കൃപാസനത്തിന് എതിരെ കമൻറ്റുകളൊക്കെ ഒത്തിരി വരും. അപ്പം ഞാൻ കമൻറ്റുകളെല്ലാം ശ്രദ്ധിക്കുന്നയാളാണ്, അവോയ്ഡ് ചെയ്യത്തില്ല. കമൻറ്റുകൾ ശ്രദ്ധിക്കും, കടുത്ത വിമർശനങ്ങൾ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കും. ഹൗ ദ പീപ്പിൾ ഫീൽസ്, അതെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യണതെന്ന് നോക്കും. കാര്യം നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കുന്ന ഒരു ജോലിയാണ് നമ്മുടേത്. ആ ക്രിസ്തുവിനെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ടാകും, നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ടാകും, പ്രൊഫഷണൽസ് ഉണ്ടാകും. അവരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ജീവിതത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥകൾ അല്ലെങ്കിൽ പ്രത്യേക അതിജീവനം, അത് വീണ്ടും ഞങ്ങളത് കേട്ട് പരിശോധിക്കും. ഇന്നലെ ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയാകർഷിച്ചൊരു സാക്ഷ്യമുണ്ടത്. ഒരു നേഴ്സ്, ഒരു നോൺ ക്രിസ്ത്യൻ നേഴ്സാണ്. ഇവർ പെട്ടെന്ന് അപ്സെറ്റായി പോകും അവരുടെ ജീവിതത്തിൽ. കാരണം അവർ വെളുപ്പാങ്കാലത്ത് പാല് കൊടുത്ത് കിടത്തിയ കുഞ്ഞ് പിന്നെ ഒന്ന് ഉറങ്ങി അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞ് മരിച്ചിരിക്കണം. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തുമാത്രം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു അനുഭവങ്ങളിലൂടെ ആരും പോയി കാണത്തില്ല. പക്ഷെ അങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടായാൽ തകർന്നു പോകും മനുഷ്യൻ. അമ്മയും കുഞ്ഞെന്ന് വെച്ചാൽ 10-24 വയസ്സേ ഉള്ളൂ, 10-24 ദിവസമേ ഉള്ള ആ കുഞ്ഞിന്. ഇപ്പം ഇമോഷണലി ഒരു വീക്കാണെങ്കിൽ ചിലപ്പോൾ ഈ അമ്മ തന്നെ അറ്റാക്ക് അടിച്ച് പോകും. ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാനെപ്പോഴും ഇവർ സാക്ഷ്യം പറയുമ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിതിൻ്റെ ഗ്രോത്ത് പരിശോധിക്കുന്നുണ്ട്. ഇതെങ്ങനെയത് ഗ്രോത്ത് ചെയ്ത് വരണത്, ഇതിൻ്റെ
ഇവരെങ്ങനെ സർവൈവ് ചെയ്ത് വരുന്നതെന്ന് ഞാൻ നോക്കിയായിരുന്നു. കാര്യം ഇവരിങ്ങനെ ഡൗൺ ടു എർത്തായി പോയി. ഇനി ഒരു ലൈഫിന് ഞാനില്ല എന്നുള്ള രീതിയിൽ ജീവിതത്തോട് രാശിയാകാൻ പോകുന്നൊരു മാനസികാവസ്ഥ. ചിലരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പിന്നെ എല്ലാം തീർന്നെന്നും പറഞ്ഞുകൊണ്ട് അവർ കടുത്ത കൈയൊക്കെ ചെയ്യും. ചിലർ ഈ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ ഒക്കെ, കൂട്ടുകാരൊക്കെ സഹായിക്കും. കൂട്ടുകാരൊക്കെ ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിങ്ങനെ ആൾക്കാരൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുമ്പോൾ യു മസ്റ്റ് ഡു ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് എൻകാഷ് ചെയ്ത് കിട്ടണില്ല. എൻകാഷ് വെച്ചാൽ എൻഗ്രേസ് ചെയ്ത് കിട്ടണില്ല. നിങ്ങൾ സഹായിക്കുന്നു, നല്ല വാക്കുകൾ പറയുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ചില പണം കൊടുക്കുന്നു, ചിലപ്പോൾ വഴി കാണിച്ചു കൊടുക്കുന്നു, ചെയ്യുന്നുണ്ടെങ്കിലും യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പം ഞാനും നിങ്ങളും തമ്മിലുള്ള ചെറിയ വ്യത്യാസം അതാണ്. എന്താ ഞാൻ എന്നാ ചെയ്താലും അതിൽ നിന്ന് എന്തെങ്കിലും ആധ്യാത്മികമായി എന്തും നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ ചിന്തിക്കും. എന്താ കാര്യം അത്? അല്ലെങ്കിൽ അത് വേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കാര്യം ക്രിസ്തുവിൻ്റെ പേരിലാണ് ചെയ്യണമെങ്കിൽ ഉടനെ ക്രിസ്തുനാമം മഹത്വപ്പെടും. ക്രിസ്തുനാമം മഹത്വപ്പെട്ടാൽ ഉടനെ ഒരു കൗണ്ടർ ആക്ഷൻ വരും. എന്താണ് വരുന്നത്? നമ്മൾ ആത്മീയ ശക്തി പ്രാപിക്കും. അല്ലാതെ എന്നെ ആത്മീയമായി ശക്തിപ്പെടുത്തുന്നു പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോസസ്സിങ് ഇല്ല. നമ്മൾക്ക് എന്ത് വേണമെങ്കിലും വി മസ്റ്റ് പേ. ഈ ഗ്രേസിൻ്റെ ഒരു വിനിമയ സാധ്യത തന്നെ അങ്ങനെയാണ്. നിങ്ങൾക്ക് ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പരുവപ്പെടണം. ഇപ്പം എന്തുകൊണ്ടാണ് ഈശോയുടെ നാമം, ഇപ്പം ഈശോ പറഞ്ഞില്ലേ, എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:42. മത്തായി 10:42. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ക്രിസ്തുവിന്റെ കാലത്തിന് ശേഷം കൃപയ്ക്ക് ലഭിച്ച വേറൊരു പേരാണ് പ്രതിഫലം. പരിശുദ്ധ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ വിശുദ്ധ അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന എൻ്റെ അനുഭവം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ പേര് സണ്ണി. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. 2023 ജൂലൈ 15 ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. ആദ്യത്തെ ഉടമ്പടി പുതുക്കലിൽ തന്നെ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്, 2ാം പ്രാവശ്യത്തെ സാക്ഷ്യമാണ്. 3 പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിരിക്കുന്നു. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആഗ്രഹം മറ്റൊന്നാണ്. അത് ഞാൻ ഇതിന് പുറകിലായിട്ട് പറയാം. ഉടമ്പടി എന്നിൽ വരുത്തിയ മാറ്റങ്ങൾ എന്താണെന്ന് അത് ഞാൻ രണ്ടാമത് പറയാം. ആദ്യം ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഞാൻ ആദ്യമായി എൻ്റെ സ്പൈനൽ കോഡിന് ഒരു സർജറി നടത്തിയിരുന്നു 3 വർഷം മുമ്പ്. സ്പൈനൽ കോഡിൻ്റെ സർജറി വിജയകരമായിരുന്നു. ഏതാണ്ട് ഒരു 3 മാസം 4 മാസത്തിന് ശേഷം ജോലി പ്രവേശിക്കുകയും ചെയ്തു.
പക്ഷേ പിന്നീട് എനിക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന പോലെ 2 തുടകളിലേക്ക് വേദന ഇറങ്ങാൻ തുടങ്ങി. വേദന ഇറങ്ങുന്നു, അതോടൊപ്പം ഈ സർജറി ചെയ്ത ഭാഗത്ത് ഭയങ്കരമായിട്ടൊരു ഭാരം അനുഭവപ്പെടുകയാണ്. ഒരു 2-3 കിലോ വെയിറ്റുള്ള ഒരു കല്ല് വെക്കുന്ന അത്രയും ഭാരം ഈ സർജറി ചെയ്ത ഭാഗത്ത് എനിക്കുണ്ടായിരുന്നു. 2 തുടകളിലേക്കും വേദന ഇറങ്ങി വരുന്നു. അപ്പോൾ ഞാനിത് കാണിക്കുവാനായിട്ട് ആദ്യം തന്നെ സർജറി ചെയ്ത ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ വീണ്ടും സ്കാനിങ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങളുടെ സർജറി ഓക്കെ എന്ന് പറഞ്ഞു. വീണ്ടും 2 പ്രാവശ്യം കൂടി ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോഴും ഡോക്ടർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കാര്യം കഴിഞ്ഞ് ഡോക്ടറെ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോലി ചെയ്യുന്ന മൈസൂരാണ്. അപ്പോൾ മൈസൂർ ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി ഇതേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെ കണ്ട് വീണ്ടും അവരുടെ വകയിൽ വീണ്ടും അവിടുന്ന് സ്കാനിങ് ചെയ്തു. അവരും ഇത് തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞു. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞതിൻ്റെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാലും എനിക്കെൻ്റെ വേദനയ്ക്കൊരു കുറവോ ഈ അനുഭവത്തിന് ഒരു മാറ്റം വരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഞാനൊരു 6 അനുഭവ സാക്ഷി ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്കായി ഞാനിവിടെ മുട്ടുകുത്തി നിന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛൻ ആ സൈത്ത് പൂശിക്കൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ നിമിഷം തന്നെ എൻ്റെ ആ ഭാരം അനുഭവപ്പെടുന്ന ആ ടെൻഡൻസി അപ്പോൾ തന്നെ നീക്കപ്പെട്ടു. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടേയില്ല. രണ്ടാമത്തെ എൻ്റെ അനുഭവം പറയാനുള്ളത്, എനിക്ക് എൻ്റെ ചെറുപ്പകാലം മുതൽ ഇവിടെ ഒരു അസുഖമായിരുന്നു വേരിക്കോസ് എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഡോക്ടർമാരെ സമ്മതിക്കുന്നില്ല, വേരിക്കോസെന്ന് സമ്മതിക്കുന്നില്ല. കാരണം അവർ അറിയാവുന്ന സ്കാനിങ്ങുകളൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ കാല് 2ഉം കറുത്തിരിക്കുന്നു. രാത്രിയിൽ അസഹ്യമായ വേദന, ഞരമ്പുകളെല്ലാം അങ്ങനെ ചുരുണ്ടായിരിക്കുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് മൈൽഡായിട്ട് മാത്രമേ വേരിക്കോസ് ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അവർ ഡോക്ടർ ഒക്കെ ചെയ്ത് നോക്കി. പക്ഷേ എൻ്റെ വേദനയ്ക്ക് ഒരു കുറവുമില്ല. രാത്രിയിൽ പെട്ടെന്ന് ഉറക്കത്തിൻ്റെ സമയത്ത് അതികഠിനമായ വേദന ഉണ്ടാവും. ചാടി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഒരു വേദന ഒരു കാലിനാണെങ്കിൽ പെട്ടെന്ന് അടുത്ത വേദന അടുത്ത കാലിന് കയറും. അങ്ങനെ അസഹ്യമായ വേദനയായി. ഞാൻ ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് എല്ലാ ദിനവും രാത്രിയിലും രാവിലെയും പ്രാർത്ഥന കഴിഞ്ഞ് ഈ തൈലം പൂശി സ്ഥിരമായി ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് നടുവിന് ഞാൻ ഈ തൈലം പൂശുമായിരുന്നു. അങ്ങനെ ഈ തൈലം പൂശി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഈ വേദന എന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. അതികഠിന വേദന, കുരിശിൽ തറയ്ക്കുന്ന കൂട്ട് വേദനയാണ്. ആ വേദനയിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി ഞാൻ സൗഖ്യം പ്രാപിച്ചു. അതിൻ്റെ പ്രധാന കാരണം ഡോക്ടർമാർ എനിക്ക് വേദനയ്ക്കുള്ള ഗുളികകളൊക്കെ തന്നിരുന്നു. അതൊന്നും ഞാൻ ഉപയോഗിച്ചില്ല, എല്ലാം ഞാൻ മാറ്റിവെച്ചു. പക്ഷേ ഈ തൈലം ഞാൻ എന്നും തേച്ചുകൊണ്ട് എന്നും കൃത്യനിഷ്ഠയോടുകൂടെ തന്നെ രാവിലെ 4:30 എഴുന്നേറ്റ് ബാക്കിയുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഈ തൈലം പൂശിയിട്ട് മാത്രമേ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ ചെയ്ത് അത്ഭുതകരമായ വിധം ആ രോഗത്തിൽ നിന്നും എനിക്ക് സൗഖ്യമുണ്ടായി. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം പറയട്ടെ. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഉടമ്പടിയിൽ എഴുതാനായിട്ട് തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ ആലോചിച്ചിരുന്നു ഒരു ഭവനം എനിക്ക് വേണം, അത് എഴുതിയാലോ എന്ന് ആലോചിച്ചിട്ട് എഴുതാതെ ഞാൻ പോയി. എന്നിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാനൊരു വീട് പണിയുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം എനിക്കത് എഴുതാൻ എന്നെ ഓർമ്മിപ്പിക്കണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. രണ്ടാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അത് എൻ്റെ അവസാനത്തെ ആഗ്രഹത്തിൽ ഞാൻ എൻ്റെ ഭവനം പണിയാനുള്ള ആഗ്രഹം ഞാനത് രേഖപ്പെടുത്തി വെച്ചു. അതിനുശേഷം 1 മാസം കൂടി പിന്നിട്ടു. അപ്പം എൻ്റെ മനസ്സിൽ അതൊരു ആഗ്രഹമായി തുടങ്ങി വീണ്ടും. അപ്പോൾ എനിക്ക് പരിചയമുള്ള 2-3 ബാങ്കിൽ പോയി. ഞാൻ മൈസൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സാലറി വരുന്ന ബാങ്കിൽ തന്നെ ഞാൻ ആദ്യം തന്നെ പോയി. അവിടെ ചെന്ന് ഞാൻ മാനേജറെ കണ്ട് ചോദിച്ചു, എനിക്കൊരു ഭവനം പണിയാനുള്ള ഒരു ലോൺ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറ് ഇപ്പം ഇത്രയും പ്രായമായില്ലേ, നിങ്ങൾക്ക് സീനിയർ സിറ്റിസൺ അതിൻ്റെ പേരിൽ നമുക്ക് ലോൺ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലുള്ള വേറെ 2 ബാങ്കിൽ പോയി. അവർക്കും പറയാനുള്ള ആൻസർ ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ സീനിയർ സിറ്റിസണായി, അപ്പോൾ അതുകൊണ്ട് ലോൺ തന്നു കഴിഞ്ഞാൽ ഇനി തിരിച്ചടവിനുള്ള സമയമില്ല നിങ്ങൾക്കെന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ദിവ്യ കുർബാന പങ്കെടുത്തിട്ട് ഞാൻ റൂമിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു, വേറൊരു മാനേജറുണ്ട് ബാങ്കിലെ, ഞാൻ അദ്ദേഹത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം എന്നോട് പറഞ്ഞു, നീ ആ മാനേജറിനെ വിളിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പം മാനേജറോട് അങ്ങനെ എനിക്ക് ഫോണിൽ സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നു കാര്യം നേരിട്ട് ബാങ്കിൽ പോകാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം ഞാൻ ലീവ് ആക്കിക്കൊണ്ട് തന്നെ നാട്ടിൽ വന്നു. ഈ മാനേജറെ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പകുതി വഴിക്ക് വന്നപ്പോൾ തന്നെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, അതാ മാനേജറിന് ലീവാണ് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പകുതി വഴി എത്തിപ്പോയി. പിന്നെ ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മനസ്സ് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ഞാൻ മാനേജറിൽ നിന്ന് ഫോൺ വിളിച്ച് നോക്ക്, ജസ്റ്റ് നീ ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുത്തിട്ട് ഈ മാനേജറെ വിളിച്ചു. മാനേജറോട് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യുക, നാളെ എന്നെ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ ലീവാക്കി മാനേജറെ കാണാൻ വേണ്ടി ചെന്നു. മാനേജറെ കാണാൻ ചെന്ന് മാനേജറെ കണ്ടു. മാനേജർ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി? ഞാൻ പറഞ്ഞു, സാറേ അടുത്ത മാസം ഞാൻ റിട്ടയർഡ് ആകും
എന്ന് പറഞ്ഞു. അയ്യോ, അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ തരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മാനേജറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ മാനേജർ ഇങ്ങനെ കസേരയിലിരിക്കുകയാണ്. ഞാനിങ്ങനെ എതിർവശത്ത് ഇങ്ങനെ ഇരിക്കുന്നു. കസേരയിൽ എതിർവശത്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ഉടമ്പടി ഉപ്പെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാൻഡിൻ്റെ ബേക്കിൽ ഞാൻ തൂളിക്കൊണ്ടാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത്. അയാൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഉപ്പിടുന്ന ഇയാൾ കാണുന്നില്ല. അങ്ങനെ അയാളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, സാർ ഒരു കാര്യം ചെയ്യേ, നാളെ എന്നെ വൈകുന്നേരം വിളിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ തന്നെ ഇയാൾ വിളിച്ചു. ഇദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യുക, ഞാനൊരു ഡോക്യുമെൻറ്റിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, സാർ ആ ഡോക്യുമെൻറ്റിൻ്റെ അത്രയും ഡോക്യുമെൻറ്റ് എനിക്ക് അയക്കുക, എന്നിട്ട് ഞാൻ കൺഫേം ചെയ്യാൻ കേട്ടോ എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു ഇത്രയും ഡോക്യുമെൻറ്റ് കൊണ്ടുപോകാം, നമുക്ക് നോക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം കാര്യങ്ങൾ പിന്നെ ശീഘ്രതയിലാവുകയാണ്. ഇയാളാണ് എന്നെ എന്നും വിളിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ഒരു കാര്യങ്ങൾക്ക് ഞാൻ കോൺടാക്ട് ചെയ്യാറില്ല, പക്ഷേ ഇയാൾ എന്നും എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നോട്ടറി ചെയ്യാനായിട്ട് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഇരുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് എന്നോട് ചോദിച്ചു, ആക്ച്വലി നിങ്ങളാണോ ലോൺ എടുക്കുന്നത്, ഈ മാനേജർക്ക് വേണ്ടിയിട്ടാണോ ലോൺ എടുക്കുന്നത് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ സാർ അങ്ങനെ ചോദിച്ചാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, അദ്ദേഹം എന്നെ കണ്ടമാനം പ്രഷർ ചെയ്യുന്നു നിങ്ങൾക്ക് ലോൺ തരാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി അത് അമ്മയാണ്, അതായത് അദ്ദേഹത്തെ കൂടി ചെയ്യിച്ചു എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതാണ് എൻ്റെ മൂന്നാമത്തെ അനുഭവ സാക്ഷ്യം. അപ്പോൾ എനിക്ക് അതിനകത്ത് മെറിറ്റ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല, ഒരു മെറിറ്റും ഇല്ലാത്ത കാര്യമാണ്. കാരണം വെച്ചാൽ ഞാൻ ഇത്ര ഏജായി, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഈ ലോൺ എനിക്ക് പാസ്സാക്കി തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ മതിലേൽ ഒരു ദൈവത്തിൻ്റെ വചനം എഴുതി വെച്ചു. നമുക്കറിയാവുന്ന ഇപ്പം എല്ലാ ഗ്രാമങ്ങളിലും ചെറിയ ചെറിയ റോഡുകൾ ടാറൊക്കെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം, ഇത് ഇന്ന MPയുടെ ഇന്ന സ്കീമിൽ നിന്ന് തന്നതാണെന്ന് അവിടെ ഒരു ബോർഡ് കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ, ഇതെൻ്റെ ദൈവം തന്ന, ഇതെൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതല്ല. അപ്പോൾ ഞാനവിടെ ഇങ്ങനത്തെ ഒരു കൂടിനകത്ത് മഴ നനഞ്ഞ് പോകാത്ത വിധത്തിൽ ഒരു കടലാസിൽ എഴുതി, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ കൂലിക്കാർ അധ്വാനം നിഷ്ഫലമാണ്, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം എന്ന് ഞാൻ എഴുതി അവിടെ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങളോട് കാര്യം കൂടി പറയട്ടെ, ഇങ്ങനെയുള്ള നമ്മുടെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഞാനിങ്ങനെ ഈ ദൈവവചനം അവിടെ എഴുതി ഒട്ടിച്ചു വെച്ച് അതിങ്ങനെ വീടിൻ്റെ പണി ആരംഭിച്ച് അന്നേരം ബാങ്കിൽ നിന്ന് പൈസ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം മണ്ണെടുത്ത് മാറ്റിയേക്കാമെന്ന് വിചാരിച്ച് തറക്കാൾ മണ്ണെടുത്ത് മാറ്റി പണി ആരംഭിച്ച് ഒരു 6 നിര കല്ല് മതിലിന് കെട്ടിക്കൊണ്ടിരിക്കുക. അന്നാണ് ഈ വർഷത്തെ അതിഭയങ്കരമായ ആദ്യത്തെ മഴ വയനാട്ടിൽ പെയ്യുന്നത്. ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 സമയത്ത് മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം വന്ന് എൻ്റെ വീടിൻ്റെ നേരെ മുകൾവശത്തുള്ള ഒരു 17 മീറ്റർ നീളത്തുള്ള ഒരു റിസോർട്ടുകാരുടെ ഒരു മതിലും അവരുടെ ഫെൻസും കോൺക്രീറ്റ് പോസ്റ്റും എല്ലാം തകർത്തുകൊണ്ട് എൻ്റെ ഈ തറയിലേക്ക് വന്നങ്ങ് വീണു. എങ്ങനെയുണ്ട്? ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് അവിടെ വലിയ നോട്ടീസൊക്കെ ഒട്ടിച്ച് വെച്ചതാണ്. പക്ഷേ ആ നിമിഷ നേരം കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി. അവിടെ ഞാനൊരു 1.25 ലക്ഷം രൂപ കൊണ്ട് കെട്ടാമെന്ന് വിചാരിച്ച സംഭവം 3.25 ലക്ഷം രൂപ ചിലവാക്കേണ്ടി വന്ന് കെട്ടാനായിട്ട്. അത് ഒരു ഭയങ്കര മഴയും ചെളിയെല്ലാം ആയി പണിയെടുക്കാനേ പറ്റുന്നില്ല. പക്ഷേ അതിനകത്ത് ഞാൻ പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ, ഞാൻ അല്പം പോലും ഞാൻ പരിഭ്രമിച്ചിട്ടില്ല, എനിക്ക് അതിനകത്തൊരു ദുഃഖമേ വന്നിട്ടില്ല. അത്ര ശക്തമായ രീതിയിൽ അമ്മേനെ നോക്കിക്കൊണ്ടിരുന്നു. അമ്മയിലുള്ള മധ്യസ്ഥ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്ത് കാര്യത്തിനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അത് 100% നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ള ഉറപ്പാണ്. ഈ 3 അനുഭവ സാക്ഷ്യത്തോടൊപ്പം ഞാൻ പറയാനുള്ള കാര്യം, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തത പുലർത്തി കഴിഞ്ഞാൽ കർത്താവ് ഏറ്റുകൊള്ളും ആ കാര്യം. ഞാൻ പറഞ്ഞൊരു ആദ്യമേ തന്നെ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടാലും ശരി, നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് നിങ്ങൾ ചോദിച്ചോ, അത് അഡ്വാൻസായിട്ട് നമുക്ക് കിട്ടിയിരിക്കും. അതാണ് വാഗ്ദാനം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു, പക്ഷേ ഒറ്റ ഡിമാൻഡ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുക. വിശ്വസ്തയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നത്തെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അതൊക്കെ പ്രാർത്ഥനയേ ഉള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു സ്വഭാവം എനിക്ക് ഇല്ലായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലുള്ള ഈ ഉടമ്പടി ജീവിതം ആരംഭിച്ചതിന് ശേഷം ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇത് ഉടമ്പടി ജീവിതമാണ്. ഞാൻ ആദ്യമേ തന്നെ ഉടമ്പടി എടുത്തപ്പോഴേ ഞാൻ ഈശോയോട് പറഞ്ഞ ഒറ്റ വാക്കാണ്, ഇതെൻ്റെ 90 ദിവസത്തേക്കുള്ള എഗ്രിമെൻ്റ് അല്ല കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ മരണം വരെ നീ എനിക്കിത് തന്നാലും തന്നില്ലേലും അതിനകത്ത് എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ നിന്നോട് പറഞ്ഞ വാക്കനുസരിച്ച് മരിക്കുന്നത് വരെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഉടമ്പടി. അപ്പോൾ ഒരു പ്രാവശ്യത്തെ ഉടമ്പടി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ ഉടമ്പടി ചിലപ്പോൾ ഒരു മാസമൊക്കെ താമസിച്ചിരിക്കാൻ വരിക. പക്ഷേ ഒരു ദിനം പോലും ഇതെൻ്റെ ഒരു റുട്ടീനായി മാറി, ഇതെൻ്റെ ലൈഫ് ഓഫ് സ്റ്റൈലായി മാറി. ഉടമ്പടി എന്നുള്ളത് അതാണ്. അങ്ങനെ ഞാൻ വളരെ അറ്റാച്ച്മെൻറ്റിലാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളങ്ങനെ വിശ്വസ്തതാപൂർവ്വം നിൽക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ, പരിശുദ്ധാത്മാവിനോട് എത്ര ഇരുന്ന് പ്രാർത്ഥിച്ചാലും മടുപ്പ് വരാതിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ് പാപബോധം എന്ന് പറഞ്ഞൊരു കാര്യം.
നമുക്ക് തോന്നുന്നുണ്ടോ പാപബോധം നമുക്ക് സിമ്പിളായിട്ട് കൊടുത്ത് തോന്നുന്നുണ്ടോ? കിട്ടുകയില്ല. പാപബോധം നമുക്ക് ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പാപം എന്താണ് നന്മ എന്താണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കും അത് ലഭിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ 3 കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചറിഞ്ഞു. കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യുന്ന മൈസൂർ എന്ന് പറഞ്ഞൊരു, അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു 7 കിലോമീറ്റർ അകലത്തിൽ ഈ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഭവനമുണ്ട്. 73 മെമ്പേഴ്സുണ്ട് അവിടെ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും. ഉച്ചയ്ക്കത്തെ ഭക്ഷണം അവർക്ക്, സമൃദ്ധമായ ഭക്ഷണം അവർക്ക് കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണും. പിന്നെ വ്യക്തിപരമായിട്ട് സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അച്ഛൻ്റെ ധ്യാനം സംബന്ധിക്കും, അത് ഷെയർ ചെയ്ത് കൊടുക്കും. അതോടൊപ്പം തന്നെ ഒട്ടനവധി ആളുകൾക്ക് ഞാൻ എൻ്റെ ജീവിതാനുഭവം പങ്കുവെച്ച് കൊടുക്കും. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അക്രൈസ്തവരായ കന്നഡക്കാരെ 2 പ്രാവശ്യത്തെ വരവിൽ 8 ഫാമിലി ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അവർക്ക് എങ്ങനെ ഉടമ്പടി എടുക്കാൻ തോന്നി അറിയാമോ? എൻ്റെ അവരോടുള്ള അപ്രോച്ച്മെൻറ്റ് കണ്ടിട്ടാണ് ഈ സണ്ണി സാർ എന്താണ് മറ്റുള്ള സ്റ്റാഫിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് അവർക്ക് എന്നിൽ മനസ്സിലായതുകൊണ്ടാണ് അവരെൻ്റെ കൂടെ വന്ന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് 2 പ്രാവശ്യമായിട്ട് 8 ഫാമിലി വന്ന് ഉടമ്പടി എടുത്തു. അവർക്കൊക്കെ ഞാൻ കന്നഡ ബൈബിൾ വാങ്ങി കൊടുത്തു. ബൈബിൾ വാങ്ങിയിട്ട് ഞാൻ പറയും, നിങ്ങൾ ഇത് വായിക്കുക, ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞു. അത് അവർക്ക് അതിനകത്ത് ഒരു 2 ഫാമിലീസിന് ആദ്യത്തെ മാസം തന്നെ അനുഭവം ഉണ്ടായി. അവർ പിറ്റത്തെ മാസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ അച്ഛൻ്റെ അടുത്ത് തന്നെ അത് എഴുതി തന്നിട്ടുണ്ട്. അത് പിറ്റേ ദിവസം പറയാമെന്ന് പറഞ്ഞ് പോയതാണ്. അവർ വന്നില്ല, അവർക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെ അതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കന്നഡ ഭാഷയിലുള്ള കൃപാസന പത്രം, നമ്മുടെ മലയാള ഭാഷയിലുള്ള കൃപാസന പത്രം, ഇത് ഞാൻ വ്യക്തികൾക്കായിട്ടും, കന്നഡ ഭാഷയിലുള്ളത് കമ്പനി തന്നെ കൊടുക്കും, മലയാള ഭാഷയുള്ളത് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഓരോ വീടുകളിൽ കൊണ്ട് കൊടുക്കും. പിന്നെ ഞാൻ ആരെയൊക്കെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു മെൻറ്ററായിട്ട് നിന്നുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൃത്യമായിട്ട് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ട്. കൃത്യമായിട്ട് അതിനൊരു മാറ്റം പോലുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു കൃപ കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ വ്യക്തിപരമായിട്ട് വളരെ അടുത്തിരിക്കുക. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ദൈവം തരും. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നോ, ഏത് നിയോഗം ഞാൻ വെച്ചോ, ഇതുവരെ എനിക്ക് ആ നിയോഗം സാധിച്ചു കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. ആ കാര്യം മറന്നുപോയി. ആ കാര്യം ഞാൻ എൻ്റെ ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ പോലും ഞാൻ ഇപ്പോൾ പറയാറേ ഇല്ല. 3ാമത്തെ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ മാസം മാത്രമേ പുതുക്കിയിട്ട് പോയത്. അപ്പോൾ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. എനിക്കിനി എഴുതേണ്ട കാര്യങ്ങളില്ല. കാരണം വെച്ചാൽ നമുക്ക് വേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവ സാന്നിധ്യം. അതിനുവേണ്ടി നമ്മൾ പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. എൻ്റെ പേര് ആശ്രിത. ഞാൻ വരുന്നത് വൈക്കത്ത് നിന്നാണ്. ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ +2 പഠിച്ചതിന് ശേഷം ജർമ്മൻ പഠിക്കുകയായിരുന്നു. ആദ്യമേക്ക് എനിക്ക് ഭയങ്കര പാടായിരുന്നു അത് പഠിക്കാനും. ഇത് പാസ്സാകുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പെട്ടെന്ന് തന്നെ B2വിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് കിട്ടുകയും എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാനും സാധിച്ചു. പക്ഷെ പിന്നീടാണ് എൻ്റെ ലൈഫിൽ ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പ്രോസസ്സിങ്ങിന് കൊടുത്തിട്ട് ഞാൻ ഇൻ്റർവ്യൂ പാസ്സാകുമെങ്കിലും എനിക്ക് കോൺട്രാക്റ്റ് ലഭിച്ചിരുന്നില്ല. ഏജൻസിക്കാരെ വിളിക്കുമ്പോൾ അവർ വരും, നീ വെയിറ്റ് ചെയ്യ്, എന്തായാലും വരുമെന്ന് പറഞ്ഞ് എനിക്ക് ഉറപ്പ് തന്നുകൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടു. ആ സാക്ഷ്യത്തിൽ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, എൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിലായി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് എനിക്ക് കോൺട്രാക്റ്റ് ഏജൻസിക്കാർ അയച്ചെങ്കിലും പക്ഷെ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നില്ല. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്തൊരു ഹോസ്പിറ്റലിൽ നിന്ന് അറ്റ്ലീസ്റ്റ് A1 ലെവൽ പാസ്സായ കുട്ടികൾക്ക് പോലും കയറി പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കോൺട്രാക്റ്റ് ആയിരുന്നു. B2 പാസ്സായ എനിക്ക് അതിന് പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ തീരുമാനിച്ചു ഞാൻ ആ കോൺട്രാക്റ്റിൽ അതിൽ പോകുന്നില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടും എൻ്റെ കാര്യങ്ങൾ ഇത്രയും തടസ്സങ്ങൾ വന്നതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ കേട്ടു പത്രപ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച്. എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ കൊടുക്കില്ലായിരുന്നു. വീട്ടിൽ തന്നെ ഞാൻ വെക്കും. ഞാൻ പത്രം കൊടുക്കത്തേ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നീട് ഉടനെ തന്നെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പത്രം
പിറ്റേ ദിവസം തന്നെ ജനറൽ ഹോസ്പിറ്റലിലും ബസ് സ്റ്റോപ്പുകളിൽ ഞാൻ കൊടുത്തു. വെറുതെ ഞാൻ കൊടുത്തില്ല, ഓരോരുത്തരോടും മാതാവിനെയും ഈശോനെയും കൃപാസനത്തെയും ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞാണ് അവർക്ക് ഞാൻ കൊടുത്തത്. പിന്നീട് എൻ്റെ ലൈഫിലുണ്ടായെന്ന് പറഞ്ഞാൽ ഭയങ്കര മിറാക്കിളാണ്. ഞാൻ വിളിച്ച ഫോൺ എടുക്കാതിരുന്ന ഏജൻസിക്കാരെ എന്നെ ഇങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു. മോൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ടഫായിരിക്കും, നല്ല ലാംഗ്വേജ് ലെവൽ വേണം, ജർമ്മനിയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് തന്നെ നീ ലാംഗ്വേജ് നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുവാണ്, മാതാവ് എനിക്കിത് തന്നെമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് നല്ലതാണെങ്കിൽ ഇതിന് പോകാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു. ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാണ് ഇൻ്റർവ്യൂവിൽ ഇരുന്നത്. എനിക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ടൈമിൽ വീട്ടിൽ കറണ്ട് പോവുകയും വൈഫൈ ഓഫാകുകയും ചെയ്തു. എന്നാലും പിന്നീട് പിറ്റേ ദിവസം തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയെന്ന് ഏജൻസിക്കാർ വിളിച്ച് പറഞ്ഞു. എന്നാലും എനിക്ക് ഉറപ്പില്ലായിരുന്നു, ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് കിട്ടിയാലും നമുക്കൊന്ന് ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കോൺട്രാക്റ്റ് വന്നു. ഞാൻ പിന്നീടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ എനിക്ക് അക്കോമഡേഷൻ റെഡിയായി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. VFSൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ ഞാൻ ജനുവരി 17 എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് VFSൽ പോയത്. വിസക്ക് അപ്ലൈ ചെയ്തു. 8 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ ഡിസ്പാച്ചായി. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്കിത് കിട്ടുമെന്ന്, എനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ എനിക്ക് വിസ ലഭിച്ചു. എനിക്ക് ഏപ്രിൽ 1 ഞാൻ ജർമ്മനിക്ക് പോകുവാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ജർമ്മനിയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൻ്റെ കീഴിലാണ് ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. ഉയർന്ന സ്റ്റൈഫൻഡോട് കൂടി പഠിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് നൽകി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രങ്ങൾ ഇപ്പോൾ എല്ലാം പുതുക്കുമ്പോൾ എല്ലാ പത്രങ്ങളും ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ജർമ്മൻ പഠിക്കുന്ന ഫ്രണ്ട്സിന് തന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. അപ്പോൾ അവർ 2 പേരെ എനിക്ക് ഇവിടെ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് കൊന്ത അറിയില്ല, ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ കൊന്ത പഠിക്കുകയും കൊന്ത ചൊല്ലാറുമുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ഞാൻ അത് കൊടുക്കും. വീട്ടിലിപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ഇതിന് വരികയാണെങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ആ പൈസ വീട്ടിൽ നിന്ന് കൊടുക്കാറുണ്ട്. 2 വർഷമായിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത്. 1 വർഷം തന്നെ എക്സാം ഇതെല്ലാം ആയിട്ട് പോയി. പിന്നെ 1 വർഷത്തോളമായി എനിക്ക് പ്രോസസ്സിങ്. ഏജൻസിക്കാർ അത്രയും ഇങ്ങനെ ലാഗാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് ഉടമ്പടി എടുത്ത് ഞാൻ പത്രമൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ മാതാവ് ഞാൻ എഴുതിയ എല്ലാ നിയോഗങ്ങളും എനിക്ക് സഹായിച്ചു തന്നു. പ്രധാനമായിട്ടും ഞാൻ എൻ്റെ ജർമ്മൻ പഠനത്തും തുടർന്നുള്ള പ്രോസസ്സിങ്ങും വിദേശത്ത് പോകാൻ വേണ്ടിയാണ് നിയോഗങ്ങൾ വെച്ചത്.